وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും റഹ്മാനുർ റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനുദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയുള്ള ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമൂഹിക ജീവിത ക്രമത്തിൽ പുതിയ ഒരു കലണ്ടർ വർഷം ആരംഭിക്കുന്ന സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും. ചുമരുകളിൽ തൂക്കിയിരിക്കുന്ന കലണ്ടറുകളെല്ലാം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും മാറ്റിവെക്കുകയും 2026 പിറക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങിവെച്ചിട്ടുള്ള പുതിയ കലണ്ടറുകളെല്ലാം നമ്മുടെ ചുമരുകളിൽ നാം തൂക്കുകയും ചെയ്യും. 2025 കലണ്ടറുകൾ തൂക്കിയ ആളുകൾ പലരും 2026 പ്രവേശിക്കുവാൻ കഴിയാതെ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അജൽ അവധി പൂർത്തിയാക്കിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളതാണ്. അവരിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും എല്ലാമുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ആത്മാർത്ഥമായ ബന്ധം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ആയുസ് നീട്ടിത്തന്നത് കൊണ്ടാണ് വീണ്ടും വെള്ളിയാഴ്ചകളിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിച്ചത്.
ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ ഇസ്ലാമികമായി പ്രത്യേകിച്ച് അതിനൊരു പ്രാധാന്യവുമില്ല. പുതുവത്സരാഘോഷത്തിൻ്റെ തിമിർപ്പുകളും അതിൻ്റെ പ്രോഗ്രാമുകളും പരിപാടികളും ഒക്കെയായി ലോകം സഞ്ചരിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആയുസ്സിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ബഈദൻ മിനദ് ദുനിയ ഖരീബൻ ഇലൽ ഖബരി. ബഈദൻ മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. വഖരീബൻ ഇലൽ ഖബർ, ഖബറിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്താണ്, എപ്പോഴാണ് അതിലേക്ക് മടങ്ങുക എന്ന് നമുക്കാർക്കും അറിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ചാണ് ഒരാൾ മരിക്കുക എന്ന് ഒരാൾക്കും അറിയില്ല. എന്നാൽ അതിൻ്റെ കണക്കും തീരുമാനങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. നഹ്നു ഖദ്ദർനാ ബൈനക്കുമുൽ മൗത്ത്. നാം നിങ്ങൾക്കിടയിൽ മരണത്തിൻ്റെ ഖദർ കണക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇദാ ജാഅ അജലുഹാ ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അതിൻ്റെ ആ സമയമായി കഴിഞ്ഞാൽ പിന്തിപ്പിക്കുവാനും മുന്തിപ്പിക്കുവാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ദിനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പുനർവിചാരണയാണ് നാം നടത്തേണ്ടത്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറയുന്ന ഒരായത്തുണ്ടല്ലോ, നമുക്കെല്ലാം സുപരിചിതമായ ആയത്താണത്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻളുർ നഫ്സുൻ, ഓരോ ആത്മാവും അവനൊന്ന് തിരിഞ്ഞു നോക്കിക്കൊള്ളട്ടെ. മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണവൻ മുന്നൊരുക്കം ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്. ഐഹികമായ ലോകത്ത് ജയപരാജയങ്ങളെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. 2026 ജനുവരി 1-ാം തീയതി ഇറങ്ങുന്ന പത്രങ്ങളിലെ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ലോകം പോയ മാസങ്ങളിൽ ആഴ്ചകളിൽ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച്. ഐഹികമായി എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ, പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം ഞാനും നിങ്ങളുമെല്ലാം നടത്തും. കച്ചവടം നടത്തി പരാജയങ്ങൾ നേരിട്ടു. ഇനി ആ കച്ചവടവുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ലാഭകരമായ കച്ചവടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്നറിയാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്നൊരു സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകേണ്ടി വന്നാൽ രക്ഷപ്പെടാനുള്ള ഇൻഷുറൻസ് മേഖലകളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുകയും അവിടെ ഫാമിലി ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം ചെയ്തുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനും തയ്യാറാക്കിക്കൊണ്ട് ഞാനും നിങ്ങളുമെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം ഈ ദുനിയാവിൽ നിന്ന് പടച്ച റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ള അവധി അവസാനിപ്പിച്ച് ഞാൻ അള്ളാഹുവിങ്കിലേക്ക് യാത്രയാകുമ്പോഴേക്കും അതിനുവേണ്ടി എന്താണ് ഞാൻ മുന്നൊരുക്കം ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോ ആത്മാവുകളും സ്വന്തമായി അവൻ്റെ ജീവിതത്തിലേക്ക് പുനരാലോചന നടത്തേണ്ടതായ സമയങ്ങളാണ്, സന്ദർഭങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുവൻ. ദുനിയാവിനെ കുറിച്ച് നിങ്ങൾ അറിയണം. യഅലമു, നിങ്ങൾ മനസ്സിലാക്കണം. അന്നമൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് എന്ന് പറയുന്നത് ലഇബ്, അതിൻ്റെ ദുനിയാവിലെ തുടക്കം എന്ന് പറയുന്നത് ലഇബുകളാണ്, കളികളാണ്. ചെറിയ മക്കൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് വിനോദങ്ങളാണ്. ആ ചെറുപ്പത്തിൽ നിന്ന് കുറച്ചുകൂടി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ വിനോദങ്ങളും ഒക്കെയായി സല്ലപിച്ച് പലതിലൂടെയും അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. വത്തഫാഖുറും ബൈനക്കും, പിന്നീട് അങ്ങനെ വളർന്ന് മുകളിലേക്ക് പോകുമ്പോഴേക്കും ഫഖ്റിൻ്റെതായൊരവസ്ഥയാണ്. പിന്നെ ഒരു പൊങ്ങച്ചത്തിൻ്റെ ആർഭാടത്തിൻ്റെ അവസ്ഥയിലൂടെ സഞ്ചരിക്കും. സീനത്ത്, അതുപോലെ അലങ്കാരമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അവിടെ ഒരുപാട് സമയം കണ്ണാടിക്ക് മുന്നിൽ ചെലവഴിച്ച് മേക്കപ്പുകളെല്ലാം ഇട്ട് അലങ്കാരത്തോടുകൂടി പോകുന്നൊരവസ്ഥ ദുനിയാവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഫിൽ അംവാലി വൽ ഔലാദ്. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് മക്കളുണ്ടാകും, നമുക്ക് സമ്പത്തുക്കളുണ്ടാകും. ആ സമ്പത്തിൻ്റെയും സന്താനങ്ങളുടെയും പേരിൽ പരസ്പരം പെരുമ നടിച്ച് അഹങ്കരിച്ച് അതിൻ്റെ പൊങ്ങച്ചങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അവസാനം പാടങ്ങളിലെ നെൽവയലുകളെല്ലാം മഞ്ഞ ബാധിച്ച് നുരുമ്പി പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. ആയത്ത് ഖുർആൻ അവസാനിപ്പിക്കുന്നു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. രാവും പകലുമായി ഓടിയത് ദുനിയാവിന് വേണ്ടിയാണ്, ദുനിയാവിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ്. ആ നെട്ടോട്ടങ്ങളെ ഖുർആൻ സൂചിപ്പിക്കുന്നത് വമൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് എന്ന് പറയുന്നത് വഞ്ചനയുടെ ഒരു കച്ചവടം മാത്രമാകുന്നു. അതുകൊണ്ടൊരായുസ്, ഒരു വർഷക്കാലം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴേക്കും പടച്ച റബ്ബ് ഈ ദുനിയാവിലേക്ക് വിട്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം വെറുതെയല്ല. അത് കേവലം അവസാനം മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല. അങ്ങനെ ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അല്ലാഹു നേരത്തെ തന്നെ ഖുർആനിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നു, വളറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അവൻ നമുക്ക് ഉപമകൾ ഉദാഹരിക്കുകയാണ്. മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, അസ്ഥികളെല്ലാം ഞുരുങ്ങി അതെല്ലാം എല്ലുകളായി പൊടികളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് അതിനെ കൂട്ടിയോജിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നത്? എന്ന് വെച്ചാൽ മരണത്തോടുകൂടി അതെല്ലാം അവസാനിക്കും. ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമ അഇന്നാ ലമബ്ഊസൂൻ. ഐദാ മിത്നാ, നമ്മൾ മരിക്കുന്നു, വകുന്നാ തുറാബൻ, നമ്മൾ മണ്ണുകളാകുന്നു, വഇളാമൻ, എല്ലുകളായിട്ട് മാറുന്നു, വമാ നഹ്നു ബിമബ്ഊസീൻ, ഒരിക്കലും നമ്മൾ പുനർജീവിക്കുന്നതല്ല. ഹൈഹാത്ത് ഹൈഹാത്ത് ലിമാ തുഅദൂൻ, അങ്ങനെ പുനർജീവിക്കുക എന്ന് പറയുന്നത് വിദൂരമായ കാര്യമാണ്. ആളുകൾ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. മരണാനന്തര ജീവിതമൊന്നുമില്ല. മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എന്ന് പറയുന്നത് അത് എൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഇതിൻ്റെ പിന്നിൽ ഒരാൾക്കും ഒരു പങ്കുമില്ല. അതുകൊണ്ട് എൻ്റെ ശരീരം എങ്ങനെ പോകണം, എങ്ങനെയാകണം, എങ്ങനെ തീരുമാനിക്കണം, അതെന്ത് ധരിക്കണം, അതെന്ത് കഴിക്കണം എന്നുള്ള അവകാശം അത് എനിക്ക് മാത്രമാണ്. അതിൻ്റെ പിന്നിൽ ആർക്കും ഒരു പങ്കുമില്ല. അസ്ഥികളെല്ലാം നുരുമ്പിയാൽ ആരാണ് അതിനെ പുനർജീവിപ്പിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്നു ഖുർആനിലൂടെ. ഖുൽ, പറയണം, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ഖുൽ, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കണം, യുഹീഹല്ലദീ, അതിനെ വീണ്ടും ജീവിപ്പിക്കുന്നവനാണ്. അല്ലദീ അൻശഅഹാ അവ്വല മർറ, അതിനെ ആദ്യ പ്രാവശ്യം ആരാണോ അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ തന്നെ അതിനെ ജീവിപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. ശുദ്ധശൂന്യമായ അവസ്ഥയിൽ നിന്നാണല്ലോ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇൻസാൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. ഇൻസാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്ന ഒരു ആയത്തുണ്ട്, ഹല്ലത്താ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യൻ പേര് പറയത്തക്ക ഒരു വസ്തുവും ആയിരുന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? ആ അവസ്ഥയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് ഈ അവസ്ഥയിലേക്ക് ആക്കി തീർത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ റബ്ബിങ്കലേക്ക് തിരിച്ച് മടങ്ങിപ്പോകേണ്ടവനാണ്. ആ മടക്കത്തിലേക്ക് ആളുകളെ വിടുന്ന സമയത്ത്
ഞാനും നിങ്ങളുമെല്ലാം ഖബറിൽ കൊണ്ടുപോയി വെച്ച് ഖബറടക്കം ചെയ്ത സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടി മണ്ണൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യുക എന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാവരും കൂടി മണ്ണെടുത്തിടാറുണ്ടല്ലോ. ആ സമയത്തൊരു വാക്ക് പറയാറുണ്ട്, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മിൻഹാ ഖലഖ്നാകും, നിങ്ങളെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ആ മണ്ണിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. വമിമ്മാ യുഖ്രിജുകും താറത്തൻ ഉഖ്റാ, പിന്നീട് ആ മണ്ണിൽ നിന്ന് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പുനർജീവിപ്പിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു സത്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ എന്ത് വേണം? കേവലം ഒരു വിശ്വാസം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നും, മറിച്ച് ഈ വിഷയത്തിൽ ദൃഢമായ ഒരു ബോധത്തിലേക്ക്, ദൃഢമായ ഒരു വിശ്വാസത്തിലേക്ക് വന്നുവെങ്കിൽ മാത്രമേ ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അബില്ലാഖിറത്തി ഹും യുഖിനൂൻ, അവർ പരലോകത്തിൻ്റെ കാര്യത്തിൽ ദൃഢവിശ്വാസമുള്ളവരാകുന്നു. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, പരലോകത്തെ അവർ സത്യപ്പെടുത്തുന്നവരാകുന്നു. പരലോകമുണ്ടതൊരു യാഥാർത്ഥ്യമാണ് എന്നിടത്തേക്ക് വരികയും അതിനനുസരിച്ചുകൊണ്ട് കാര്യങ്ങളെ പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് ദുനിയവിയായ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ സമയത്തെ സംബന്ധിച്ചും കൃത്യമായി ഒരു ബോധ്യമുണ്ടാകണം. മഹാനായ ഇബ്നുൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹു പറയുകയാണ്, മാമിൻ യൗമിൻ യൻസഖു ഫജ്റഹു ഇല്ലാ വയുനാദി, ഒരു പ്രഭാതവും കഴിഞ്ഞു പോകുന്നില്ല, ഓരോ പ്രഭാതവും വിളിച്ചു പറഞ്ഞിട്ടല്ലാതെ, യാ ഇബ്നു ആദം, ഏ ആദം സന്തതികളെ, അന ഖൽഖുൻ ജദീദ്, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. പ്രഭാതത്തിൽ സമയം വിളിച്ചു പറയുകയാണ്, ഞാൻ ഒരു പുതിയ അതിഥിയാകുന്നു. അതുകൊണ്ട് തന്നെ വഅലാ അമലിക ഷഹീദുൻ, ഞാൻ നിങ്ങളുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നവനാണ്. വതസവ്വദ്, അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം, അമലുകളെല്ലാം അധികരിപ്പിക്കണം. നിങ്ങളിൽ നിന്നത് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഖിയാമത്ത് നാൾ വരെയും അത് തിരിച്ചു വരികയില്ല. എന്ന് വെച്ചാൽ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ സമയം ഒരിക്കലും തിരിച്ചു വരികയില്ല. ആ പോയ സമയത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായ കണക്ക് പറയേണ്ടി വരും എന്നാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഇഗ്തനിൻ ഖംസിൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ക്ലിയറാക്കി വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്താണ് അതിൽ ഒന്നാമത്തേത്? നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഉള്ള 5 കാര്യങ്ങളാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക, ശബാബക്ക്, നിങ്ങളുടെ യുവത്വം, ഖബ്ല ഹറമിക, നിങ്ങൾക്കൊരു വാർദ്ധക്യം വരാനിരിക്കുന്നുണ്ട്. ആ വാർദ്ധക്യത്തിന് മുമ്പായിട്ടുള്ള യുവത്വത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പ്രായം ചെന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു കാലഘട്ടത്തിൽ അവരവരുടെ യുവത്വത്തെ എങ്ങനെ ഏതെല്ലാം രൂപത്തിലാണ് ചെലവഴിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹിസാബ് പറയേണ്ട ഒരു വിഷയമാണ്. യുവത്വമെല്ലാം നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴേക്കും ഇബാദത്ത് ചെയ്യാമെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവത്വത്തിന് പ്രത്യേകമായ പുണ്യം പ്രവാചകൻ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഅത്തുൻ, 7 വിഭാഗം ആളുകൾ, യുളല്ലഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ല, ഒരു തണലുമില്ലാത്ത ലോകത്ത് അല്ലാഹു അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം. വശാബുൻ നസ്അ ഫീ ഇബാദത്തില്ലാഹി തആല, ഒരു യുവാവ്, ഷാബ്, യുവാവ്, നസ്അ ഫീ ഇബാദത്തില്ലാഹി തആല, അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ച യുവാവായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സിഹ്ഹതക ഖബ്ല സഖമിക, നിങ്ങൾക്ക് ഒരു അനാരോഗ്യം വരാനിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിന്ന് നമസ്കരിക്കാൻ പറ്റുന്ന കാലത്ത് നിന്ന് നമസ്കരിക്കാൻ വേണ്ടി മനസ്സനുവദിച്ചിട്ടില്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അവസാനം മനസ്സിലേക്കൊരു ബോധ്യം വന്നപ്പോഴേക്കും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന ആളുകൾ പറയാറുണ്ട്. അതുകൊണ്ട് നിന്ന് നമസ്കരിക്കാൻ പറ്റുന്നൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ നമസ്കരിക്കുക.
മറ്റുള്ള ആളുകൾ നമുക്ക് വേണ്ടി നമസ്കരിക്കുന്നതിന് മുമ്പ് നാം നമുക്ക് വേണ്ടി നമസ്കരിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ മയ്യത്ത് മുന്നിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നിൽ നമസ്കരിക്കാനൊരു വിഭാഗം ഉണ്ടാകണമല്ലോ. എല്ലാവർക്കും എന്തേ അങ്ങനെ ഒരു സംഘമില്ലാത്തത്? എല്ലാ മയ്യത്ത് നമസ്കാരത്തിനും ഒരുപോലെ ജനസംഘം വരാറില്ല. കാരണം മനസ്സിലാക്കണം, ജീവിച്ചിരുന്ന കാലത്ത് പള്ളിയിൽ പോയി നമസ്കരിച്ച് പടച്ചവനുമായി ബന്ധപ്പെട്ട വ്യക്തികൾ മരിച്ചാൽ മരിച്ച വ്യക്തി അയാൾ ആരെയും വിളിക്കുന്നില്ല. പക്ഷെ ആ വ്യക്തിക്ക് വേണ്ടി നമസ്കരിക്കാൻ ആളുകൾ വരുന്നത് ജീവിച്ചിരുന്ന കാലത്ത് അയാൾക്ക് വേണ്ടി പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തതുകൊണ്ട് ആളുകൾ അതിലേക്ക് ഓടിയെത്തും. വിദൂരത്തിലായാലും യാത്ര ചെയ്തു പോയി അയാൾക്ക് വേണ്ടി നമസ്കരിക്കാൻ ആളുകൾ തയ്യാറാകും. അങ്ങനെ ഒരു ചിന്ത ജീവിതത്തിലുണ്ടാകണം. ആരോഗ്യമുള്ള കാലത്ത് നമ്മുടെ ആരോഗ്യം എങ്ങനെ നമ്മൾ ചെലവഴിച്ചു എന്ന് പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കും. ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. നഷ്ടപ്പെടുന്നതിന് മുമ്പ് അതിനു വേണ്ടി ചെയ്യണമെന്നാണ്. അത് വലിയ അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസി അസ്സിഹ്ഹത്തു വൽ ഫറാഖ്. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്. മനുഷ്യരിൽ അധികം ആളുകളും അതിൽ അശ്രദ്ധരായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അസ്സിഹ, ആരോഗ്യമാണ്. രണ്ട് വൽ ഫറാഖ്, അവൻ്റെ ഒഴിവു സമയങ്ങളാണ്. അതുകൊണ്ട് ആരോഗ്യവും ഒഴിവു സമയങ്ങളുമെല്ലാം നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഒരു സത്യവിശ്വാസി തയ്യാറാകേണ്ടതുണ്ട്. വഗിനാക ഖബല ഫഖരിക, വഗിനാക നിന്റെ സാമ്പത്തികമായ ഒരു കാലഘട്ടം, ഫഖരിക നിനക്കൊരു ദാരിദ്ര്യ കാലഘട്ടം പ്രതീക്ഷിക്കാതെ വരാം. അത്തരം ഒരു സാഹചര്യത്തിലൂടെയൊക്കെ നമ്മുടെ പല ആളുകളും കടന്നുപോയിട്ടുണ്ട്. ചിലതെല്ലാം പടച്ച റബ്ബ് ഓർമ്മിപ്പിക്കുന്നത് ചിലതിലേക്കുള്ള മടക്കത്തിന് വേണ്ടിയാണ്. പക്ഷെ ആ മടക്കവും ഇതൊന്നും ആ തുടർ കാലഘട്ടത്തിലേക്ക് പിന്നീട് വരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 1-2 കൊല്ലക്കാലം കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികളുടെയും രോഗാതുരമായ അവസ്ഥയിൽ നിന്നുകൊണ്ടൊരു പാഠം പഠിക്കേണ്ട സമൂഹം ആ പാഠത്തിൽ നിന്ന് അതിനേക്കാൾ അപ്പുറത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഒരു ദാരിദ്ര്യാവസ്ഥ വരുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ദാരിദ്ര്യം വരുന്നതിന് മുമ്പായിക്കൊണ്ടുള്ള സാമ്പത്തികമായ ഒരു കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്തണം. ഇപ്പോഴും ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയെല്ലാം കയ്യിലുണ്ട്. പക്ഷേ ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 60 കഴിഞ്ഞിട്ട് ഹജ്ജിനൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇരിക്കുകയാണ്. 40-ാമത്തെ വയസ്സിലാണ് ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉള്ളത് എങ്കിൽ ആ സമയത്ത് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് ഒരാൾ 5 വർഷത്തിനുള്ളിൽ അയാൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ അയാളുടെ സാമ്പത്തിക ശേഷി അള്ളാഹു നീക്കിക്കളയാനുള്ള സാധ്യതയുണ്ട്. സമ്പത്തുള്ളവനാണ് ഹജ്ജിന് പോകേണ്ടത്, സമ്പത്തില്ലാത്തവനല്ല. യാചിച്ചല്ല പോകേണ്ടത്. സാമ്പത്തിക ശേഷി ഉള്ളൊരു കാലഘട്ടത്തിൽ പോകണം. കാരണം എപ്പോഴാണ് ദാരിദ്ര്യാവസ്ഥ വരുന്നത് എന്ന് ആർക്കും അറിയാൻ സാധ്യമല്ല. പടച്ച റബ്ബിൻ്റെ പരീക്ഷണങ്ങൾ പല കാലഘട്ടത്തിലും ഉണ്ടായതിൻ്റെ വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഇന്ന് ഡിസംബർ 21 കൊല്ലക്കാലം മുമ്പുണ്ടായ സുനാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ഇന്ന് നാം വായിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് എല്ലാം നശിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേക്കും അത് നന്മയിൽ ഉപയോഗപ്പെടുത്തണം. എപ്പോഴാണ് കൊടുക്കേണ്ടത്? എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സമ്പത്ത് ചെലവഴിക്കേണ്ടത്? ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിൻ്റെ മക്കൾ കൊണ്ടുപോയി കബറടക്കപ്പെട്ട പള്ളിയിൽ കൊണ്ടുപോയി അവിടേക്ക് ഒരു മുസല്ല വാങ്ങിച്ചു കൊടുത്ത്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ പൈസയെല്ലാം കൊടുത്തിട്ട് വാപ്പാൻ്റെ പേരിൽ ദുആ ചെയ്യണമെന്ന് പറയലാണോ നല്ലത്? അതല്ല. എനിക്ക് സമ്പത്തുണ്ട് എങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ കൊടുത്തതിൻ്റെ പ്രതിഫലം വാങ്ങിക്കലാണ് ഏതാണ് ഖൈർ. എപ്പോഴാണ് കൊടുക്കേണ്ടത്? എല്ലാ ആഴ്ചയിലും നമ്മളോട് പറയുന്നൊരായത്തുണ്ട്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾ ഓരോരുത്തർക്കും മരണം വന്ന് പിടികൂടുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. എവിടെയെല്ലാം അള്ളാഹു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് കൊടുത്താൽ മതി. പടച്ചവൻ എൻ്റെ കയ്യിലുള്ള സമ്പത്ത് എൻ്റെതല്ല, എനിക്കെൻ്റെ റബ്ബ് തന്നതാ. അതിൽ നിന്ന് കൊടുക്കുവാൻ വേണ്ടി തയ്യാറാകണം. അതിൻ്റെ അവകാശപ്പെട്ട അവകാശികളിലേക്ക് അത് കൊടുക്കണം. സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്.
പണ്ഡിതന്മാർക്ക് പുതിയ ചർച്ചകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വാങ്ങുമ്പോഴുള്ള സ്വർണത്തിന്റെ വില കൊടുത്താൽ മതിയോ, അതല്ല ഇപ്പോഴുള്ള സ്വർണത്തിന്റെ വില കൊടുത്താൽ മതിയോ എന്നൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കും. എന്തിനാ അങ്ങനെ പറഞ്ഞത്? സമ്പത്ത് ഒരു സ്ഥലത്ത് അങ്ങനെ ഒരുമിച്ച് കൂട്ടി ക്രയവിക്രയം നടത്താതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന. വർഷത്തിൽ നിസാബ് കണക്ക് പരിധി എടുത്തിട്ട് കൊടുക്കണമെന്ന് പറയാൻ കാരണം സമ്പത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടരുത്. ഇവിടെ അതുകൊണ്ട് കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് സാമ്പത്തിക ശേഷി എപ്പോഴാണ് പടച്ച റബ്ബ് നമുക്ക് നൽകുന്നത്, ആ സമയത്ത് അതിൻ്റെ അവകാശികൾക്കത് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ തിരക്ക് പിടിച്ച ജീവിതമാണ്. അതിനിടയിൽ ഒഴിവുകൾ കിട്ടുന്ന വേളയിൽ ആ ഒഴിവുകളെ ഉപയോഗപ്പെടുത്തുവാൻ സാധ്യമാക്കണം. ഒഴിവ് വേളകൾ പരലോകത്തേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഹയാത്തുക്ക ഖബ്ല മൗതിക, നിനക്ക് മരണം വന്ന് പിടികൂടുന്നതിന് മുമ്പായിട്ടുള്ള ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം. ആ ജീവിതത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം നിലനിൽക്കുന്നത്. എന്തിനാ അള്ളാഹ് സൃഷ്ടിച്ചത്? പടച്ചവൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതിന് ഒരു ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഖുർആൻ പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് മനുഷ്യവർഗത്തെ നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ. മനുഷ്യരുടെ ഏറ്റവും വലിയ കടമയും ബാധ്യതയും അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. ആരാധനകൾ അർപ്പിക്കുന്നതിൽ ഏറ്റവും നിർബന്ധമായ കർമ്മമെന്ന നമസ്കാരത്തിന്റെ വിഷയങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഷർത്തും ഫർളുമെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എപ്പോഴാ എന്നിട്ടും അതിലേക്ക് ആളുകൾ എത്തുക? അതിലെപ്പോഴാണ് ആളുകൾ വരിക? അത് വരണമെങ്കിൽ അതിനും പടച്ച റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ നമസ്കാരത്തിന് വേണ്ടി സ്വയം ഞാനും പ്രാർത്ഥിക്കണം. എൻ്റെ മക്കൾ അതിലേക്ക് വരാൻ വേണ്ടി അതിനും വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തു വമിൻ ദുർരിയത്തി, എൻ്റെ രക്ഷിതാവ് എന്നെ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ. വമിൻ ദുർരിയത്തി, എൻ്റെ മക്കളെയും. എത്ര ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ മരിച്ചാലും നമുക്ക് ലഭിക്കുന്ന ഗുണപരമായ മേഖലയിൽ പ്രധാനപ്പെട്ടത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് എങ്കിൽ ആ മക്കൾ ഇബാദത്തിലൂടെ കടന്നു വരുന്നുണ്ടോ എന്ന ചിന്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ അല്ലാഹു സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലദീ, അവനാകുന്നു, ഖലഖൽ മൗത്ത്, മരണം സൃഷ്ടിച്ചത്, വൽ ഹയാത്ത, ജീവിതവും സൃഷ്ടിച്ചത് അവനാകുന്നു, ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. മരണം, ജീവിതം ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകും. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഒരുപാട് കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. വളരെ കുറഞ്ഞ അമലുകൾ മാത്രമേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ അമലുകളെല്ലാം സ്വാലിഹായ, അള്ളാഹു സ്വീകരിക്കുന്ന നന്മയുള്ള കർമ്മങ്ങളാക്കി മാറ്റുവാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണ് വർഷങ്ങളായി നമസ്കരിക്കുന്നു. അതിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണാൻ സാധിക്കും, നമസ്കരിച്ചിട്ടൊന്നും വലിയ ഗുണങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ കാരണം, നമസ്കാരം പെർഫെക്റ്റായി നമസ്കാരം നിർവഹിക്കണമെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ചും അതിൻ്റെ രീതിയെക്കുറിച്ചും അതിലൂടെ ലഭിക്കേണ്ടത് ഗുണത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള വിഷയത്തെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഒരാൾ നമസ്കരിക്കുന്നു, പക്ഷെ ഖുർആൻ പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരമെല്ലാം ലേശകരമായ വെറുക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് അവനെ അകറ്റി നിർത്തുന്നു. അപ്പം നമസ്കാരം എന്ന വളരെ കുറഞ്ഞ മിനിറ്റ് ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കുവാൻ അവൻ തയ്യാറാകണം. ഏറ്റവും ചെറിയ ഉദാഹരണമായി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ട ആളുകളാണല്ലോ. ഹെൽമെറ്റ് ധരിക്കുക എന്നത് മോട്ടോർ വെഹിക്കിളിന്റെ നിയമമായി കൊണ്ട് മാത്രമല്ല നമ്മൾ കാണേണ്ടത്. എൻ്റെ ശരീരത്തെ രക്ഷിക്കുവാൻ വേണ്ടി പറയുന്ന നിയമപാലത്തിൻ്റെ മേഖലയാണ് എങ്കിൽ ലോഹറിന് ഹെൽമെറ്റ് വെച്ച് പള്ളിയിൽ വരുന്ന ഞാൻ സുബഹ് നമസ്കാരത്തിന് വരുമ്പോഴും ഹെൽമെറ്റ് ഇട്ട് ധരിക്കണം. അവിടെ വെഹിക്കിളില്ല, പിടിക്കാൻ പോലീസില്ല എന്നതല്ല ഞാൻ മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയത്തിൽ എൻ്റെ ആരോഗ്യം അതിലെങ്ങാനും സംബന്ധിച്ച് നഷ്ടപ്പെട്ടാൽ അത് ആത്മഹത്യാപരമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഹെൽമെറ്റ് ധരിക്കാതെ ഒരാൾ വണ്ടി ഓടിച്ച് അതിലൂടെയാണ് അയാൾക്ക് മരണം സംഭവിക്കുന്നത് എങ്കിൽ അത് ആത്മഹത്യയുടെ ഒരു ഭാഗമായിട്ട് വരും. സൂചിപ്പിച്ചത്, നമസ്കാരം എന്ന ഇബാദത്തിലൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴേക്കും
അവിടെ എനിക്ക് ലഭിക്കേണ്ടതായ കുറെ മൂല്യങ്ങൾ ഞാൻ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമസ്കാരം കേവലം യാന്ത്രികമായ ഇബാദത്തായിട്ട് മാറും. അപ്പോൾ ആളുകൾ ചോദിക്കും, എന്തിനാ പള്ളിയിൽ പോണേ? 5 നേരം പള്ളിയിൽ പോയിട്ട് എന്താണ് ഗുണം എന്ന് ആളുകൾ ചോദിക്കാനുള്ള കാരണം നമസ്കാരം കൊണ്ട് നേടിയെടുക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ച ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഗുണങ്ങളിലേക്ക് നമ്മൾ വരണം. അങ്ങനെ വരുമ്പോഴോ എല്ലാം നന്നായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്ത്, നമസ്കാരം ഇദാ സ്വലഹ ഫഅസ്ലഹ്, നമസ്കാരത്തിൽ നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിലെല്ലാം നിങ്ങൾ നന്നാകും. അതിൽ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ളതിലെല്ലാം നിങ്ങൾ പരാജയം നേരിടേണ്ടി വരും. അപ്പം നമസ്കാരം എന്നൊരു ഇബാദത്ത് നിർവഹിക്കുമ്പോൾ ആ നിയമം യഥാർത്ഥത്തിൽ അത് നന്നാക്കി ചെയ്യുക എന്നിടത്തേക്ക് വരണം. സക്കാത്ത്, വർഷങ്ങളായി സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ തലങ്ങളിലേക്ക് എത്തുന്നില്ല. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്, പക്ഷെ എന്താ സംഗതി? വളർച്ചയുണ്ടാകുന്നില്ല. ആണ് സക്കാത്ത് എന്ന് പറയുന്നത്. 1000 രൂപ എടുത്ത് 100 പേർക്ക് 10 പേർക്ക് 100 രൂപ വെച്ച് കൊടുത്ത് ഞാൻ എൻ്റെ സക്കാത്ത് കൊടുത്തു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് അഹ്സനുൽ അമലായി മാറുന്നില്ല. മറിച്ച് കൃത്യമായതിൻ്റെ കണക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും അത് പെർഫെക്റ്റുള്ള അവസ്ഥയിലേക്ക് അത് മാറും. അതുപോലെയാണ് നോമ്പിൻ്റെ വിഷയം. കഴിഞ്ഞ റമളാൻ ജീവിച്ച നമ്മൾ അടുത്ത റമളാൻ ആകുമ്പോഴേക്കും അതിൻ്റെ ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചാർജ് ഇല്ലാത്തൊരു ബാറ്ററിയുടെ ഒരവസ്ഥയാണ്. പെട്ടെന്നാണ് ചാർജ് തീർന്നു പോകുന്നത്. അപ്പോൾ ആ ചാർജ് വേഗത്തിൽ പുതുക്കിയെടുക്കേണ്ടതുണ്ട്. അഹ്സനു അമല, ഏറ്റവും നന്നായി അമലുകൾ ചെയ്തവൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് മരണവും ജീവിതവും എല്ലാം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന് അള്ളാഹു ഒരു ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. വെറുതെയല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വെറുതെയാണോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അഫഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടങ്ങുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെയാണ് അള്ളാഹു പറയുന്നത്, അള്ളാഹുവിങ്കിലേക്കൊരു മടക്കമുണ്ട്. എപ്പോഴാണെന്നറിയില്ല. അതുകൊണ്ട് ആയുസ്സിൻ്റെ ഒരു വർഷക്കാലത്തെ കലണ്ടറുകൾ അങ്ങോട്ട് മാറ്റിവെക്കുമ്പോഴേക്കും ആ കലണ്ടറുകളിൽ എൻ്റെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്തെന്ത് കർമ്മങ്ങൾ ചുരുക്കൂട്ടി വെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദുനിയാവിലെ ബാധ്യതകളും കടമകളും എല്ലാം നിർവഹിക്കപ്പെടേണ്ടിടത്ത് എവിടെയെങ്കിലും ഒക്കെ വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആ വീഴ്ചകൾ നികത്താൻ പടച്ചവൻ നൽകുന്ന ആയുസ്സിലൂടെ നമുക്ക് വീണ്ടെടുക്കുവാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ ആയുസ് നീട്ടിത്തരുമ്പോഴേക്കും അതൊരു ഖൈറായി മനസ്സിലാക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസ്, മനുഷ്യരിൽ നല്ലവർ എന്ന് പറയുന്നത് മൻ താല ഉംറുഹു, ആയുസ് ദീർഘിച്ച് കിട്ടിയവരാണ് നല്ലവൻ. പക്ഷേ വഹസ്ന അമലുഹു, അവൻ്റെ അമലുകളെ അവന് നന്നാക്കി തീർക്കാനും കഴിയണം. ആയുസ് ദീർഘിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു വർഷക്കാലം കൂടി അള്ളാഹു എനിക്ക് ജീവിക്കാൻ ആയുസ് നൽകുന്നുണ്ട് എങ്കിൽ അത് ഹസ്ന അമലുഹു, അവൻ്റെ അമലുകളെ നന്നാക്കി തീർക്കുവാനും, അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പിൻവലിഞ്ഞിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മർഉ ഫി ദീനി ഖലീലിഹി ഫൽയൻദുർ മൻ യുഖാലിൽഹു. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ, ഒരു വ്യക്തി, ഫി ദീനി ഖലീലിഹി, അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. ഫൽ യൻദുർ, അതുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കിക്കൊള്ളട്ടെ, മൻ യുഖാലിൽഹു, അവൻ ആരെയാണ് കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടുള്ളത് എന്ന്. 2025 ഏറ്റവും വലിയ ആശങ്കയും പ്രയാസവുമായി കാണേണ്ട ഒന്ന്, പലരും തിരക്ക് പിടിച്ച വാർത്തകൾക്കിടയിൽ മനസ്സിലാക്കാതെ പോയ ഒന്ന്, ഈ 26 കടക്കുമ്പോഴേക്കും കേരളീയ സമൂഹത്തിൻ്റെ അവസ്ഥയിൽ 300-ന് അടുത്ത് വരുന്ന കൗമാരക്കാരായിട്ടുള്ള വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളതാണ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ ആ റിപ്പോർട്ടുകൾ വന്നതാണ്. സംസ്ഥാനത്തിൻ്റെ കണക്കെടുപ്പിൽ 3-ാം സ്ഥാനത്ത് ആത്മഹത്യയിലേക്ക് വന്നിരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളവും മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസപരമായി വൈജ്ഞാനികമായി മുന്നോക്കം പോകുമ്പോഴേക്കും ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികാവസ്ഥ വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം ചിന്തിക്കേണ്ട വലിയൊരു വിഷയം, ഈ സമുദായത്തിൻ്റെ അടുത്ത കാൽവെപ്പുകളായി ഇതിനെ നയിച്ചു കൊണ്ടുപോകേണ്ടവർ എവിടെയാണ്? ഇന്ന് അൽഹംദുലില്ലാ ഒരുപാട് കുഞ്ഞുമക്കൾ വിദ്യാർത്ഥിനികളെല്ലാം അള്ളാഹുവിൻ്റെ ഈ ഭവനങ്ങളിലുണ്ട്, എത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ മതപാഠശാലയിൽ പോയി മതം പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. പക്ഷെ അവർ പുതിയ കുറെ ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പുതിയ ചോദ്യങ്ങൾക്ക് പഴയ ഉത്തരം മതിയാവുകയില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചൊരു കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതാവസ്ഥയല്ല ജനറേഷൻ എന്ന് പറയുന്നത്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമൂഹം ന്യൂ ജനറേഷനാണ് എങ്കിൽ നമ്മളൊക്കെ ജീവിച്ച ആ കാലഘട്ടം നമ്മുടെ ന്യൂ ജനറേഷനാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് നമ്മുടെ മക്കളുടേത്. ഒരു IT യുഗത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ആ ഭാവിക്ക് ആവശ്യമായ രൂപത്തിലുള്ള മതമൂല്യങ്ങൾ കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ വിരുദ്ധമായ ഒരുപാട് ചോദ്യങ്ങൾ. അല്ലാഹ് ഉണ്ടോ? അതുപോലെ തന്നെ എന്തിനാണ് മൂടിപ്പുതച്ച ഹിജാബിൻ്റെ ഉള്ളിലായിക്കൊണ്ട് നിങ്ങളിങ്ങനെ കഴിച്ചുകൂട്ടേണ്ടതിൻ്റെ ആവശ്യമെന്താ? മരിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഒരു പുറജീവിതം എന്നൊക്കെ, നമസ്കരിച്ചാൽ എന്താണ് ഗുണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൗമാരക്കാരായിട്ടുള്ള മക്കൾക്കിടയിലാണ്. അതുകൊണ്ട് അവിടെ ഓരോ മഹല്ലുകൾക്കും മതസമൂഹത്തിനും ഒരു വലിയ ബാധ്യതയുണ്ട്. മതപാഠശാലയിൽ ബോധമില്ലാത്തൊരു കാലത്ത് മതം പഠിച്ചു പോയത് കൊണ്ട് അവരുടെ തലയിലേക്കതൊന്നും കയറിയിട്ടില്ല. അങ്ങനെ കയറാഞ്ഞത് കൊണ്ടാണല്ലോ നമസ്കാരത്തിൻ്റെ ഷർത്തും ഫർളുമെല്ലാം പഠിപ്പിക്കേണ്ടി വന്നത്. അത് പഠിക്കാൻ ആഗ്രഹിച്ച ആളുകൾ വരുന്നത് പഠിച്ചു പോയതാണ്, പക്ഷെ നമ്മുടെ തലയിൽ നിന്നിട്ടില്ല, നിൽക്കുകയില്ല. ആ പ്രായം അങ്ങനെയാണ്. അവ നിൽക്കേണ്ടതായൊരു പ്രായത്തിൽ അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പഠന മേഖലകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. വലിയ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് വാഴ് നടത്തുക എന്നതല്ല, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം. അതുകൊണ്ടാണ് ഈ അവധിക്കാലം ആ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ജനുവരി 3-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 4:30 വരെ ഹയർ സെക്കൻഡറി, അതായത് ഹയർ സെക്കൻഡറി തലത്തിൽ 5-ാം ക്ലാസ്സിന് മുകളിലേക്കുള്ള കുട്ടികളും +2 തലത്തിൽ പഠിക്കുന്ന കുട്ടികളെയുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹയർ സെക്കൻഡറി കോൺഫറൻസ് നടത്തുകയാണ്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ വന്ന് ക്ലാസ്സുകൾ നയിച്ച് മുന്നോട്ട് പോകും. IT-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ പ്രത്യേകമായ അവർക്കുള്ള പരിശീലനങ്ങൾ നൽകും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അത് നന്മയും തിന്മയുമെല്ലാം ഉണ്ട്. നന്മ ഏതാണെന്നുള്ള തിരിച്ചറിവ് കൊടുക്കാൻ സാധിക്കണം. ഒരുപാട് മാതാപിതാക്കൾ പ്രയാസപ്പെടുന്നൊരു മേഖല എന്ന് പറയുന്ന മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണ്. പലർക്കും പിടിച്ചാൽ കിട്ടുന്നില്ല. ആ ഒരു മാനസികാവസ്ഥ നിലനിൽക്കുമ്പോൾ അവരുടേതായ ഒരു കൂട്ടായ്മയിലേക്ക് അവരെ വിടണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ, ഒരു വ്യക്തി, ഫി ദീനി ഖലീലിഹി, അവൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലാണ്. ആ സുഹൃത്ത് ആരാണ് എന്ന് അവൻ അന്വേഷിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് ഇസ്ലാമികമായ അവബോധത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു സുഹൃത്ത് വലയത്തെ കണ്ടെത്തുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. പിരിഞ്ഞു പോകുമ്പോഴേക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5-ാം ക്ലാസ്സിന് മുകളിലുള്ള നമ്മുടെ മക്കളെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ബന്ധിപ്പിക്കുക. രജിസ്ട്രേഷന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട്. അവരിലേക്ക് നിങ്ങളുടെ പേരുകൾ നൽകുക. ഈ അവധിക്കാലത്തെ ഒരു ദിവസം, ഒരു പകൽ സമയം ആ മക്കളെ നമ്മളിലേക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. തുടർ പഠന പദ്ധതികൾ ഇൻഷാ അല്ലാഹ് ആവിഷ്കരിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള, നന്മയിലൂടെ സഞ്ചരിക്കാനുള്ള മക്കളായി വളർത്തിക്കൊണ്ടുവരാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആസാറുകൾ അടയാളപ്പെടുത്തൽ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. സൂറത്ത് യാസീനിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്ന ഒന്നുണ്ടല്ലോ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും, മരിച്ചുപോയവരെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും, നാം എഴുതി വെക്കും, മാ ഖദ്ദമു, അവർ മുമ്പ് ചെയ്തിട്ടുള്ളതും, വ ആസാറഹും, അതിൻ്റെ അനന്തര ഫലങ്ങളും എന്നുള്ളത്. ഞാനിവിടെ ജീവിച്ചു എന്നതിന് അടയാളപ്പെടുത്തലിൽ പ്രധാനപ്പെട്ട 3 കാര്യത്തിൽ ഒന്ന്, വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി വരണമെങ്കിൽ
ജീവിച്ചിരിക്കുമ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ശ്രമം സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. എപ്പോഴും ശകാരിച്ചും വഴക്ക് പറഞ്ഞും അടിച്ചും ഒതുക്കിയും പോകുന്ന ഒരു പ്രായത്തിലല്ല ജനറേഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ നമ്മിലേക്ക് ചേർക്കണമെങ്കിൽ അതനുസരിച്ച് കൊണ്ടുള്ള ജീവിതാവസ്ഥയെ നമ്മൾ സ്വീകരിക്കണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്ന് പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കളക്ഷനാണ്. നമുക്കറിയാം, നമ്മുടെ പള്ളിക്ക് സ്വന്തമായൊരു കെട്ടിടം വരുമാനങ്ങളൊന്നുമില്ല. ഉദാരമതികളായ സഹോദരങ്ങൾ അവരുടേതായിട്ടുള്ള സംഭാവനകൾ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നുള്ള വിഹിതമാണ് ആ മാർഗത്തിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി സഹകരിക്കുക. അതുപോലെ നമ്മുടെ പദ്ധതികൾ വിജയിപ്പിക്കാൻ ഒരുപാട് ആളുകൾ തയ്യാറായി. കഴിഞ്ഞ ആഴ്ചയിൽ നമസ്കാരത്തിന് ഷർത്തും ഫർളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതിൻ്റെ ബുക്ക്ലെറ്റുകൾ നമ്മൾ അടിച്ചിറങ്ങുമ്പോഴേക്കും അത് ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ, അതിൻ്റെ സമ്പത്ത് തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരുപാട് സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരാൾക്കൊരു നന്മ അറിയിച്ചു കൊടുത്താൽ, ആ നന്മയിലൂടെ ഒരാൾ സഞ്ചരിച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന ആ പുണ്യം ഒട്ടും കുറയാതെ നമുക്കും അള്ളാഹു പുണ്യം നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നന്മയുടെ കാര്യത്തിൽ സഹകരിക്കുക. അതുപോലെ നമ്മുടെ ഈ മക്കളുടെ ആ ഒരു പ്രോഗ്രാമിന് ഏകദേശം 1 ലക്ഷത്തോളം രൂപയുടെ ചെലവുണ്ട്, ഭക്ഷണമെല്ലാം ഉൾപ്പെടെ. അതുകൊണ്ട് സഹകരിക്കാൻ കഴിയുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെടുക. ഭക്ഷണവും അതുപോലെ അവരുടേതായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, നമ്മളാണ് അവർക്ക് വേണ്ടി പണം മുടക്കി കൊടുക്കേണ്ടത്. ദീനിൻ്റെ മാർഗത്തിലുള്ള ആ പ്രയാണത്തിൽ എല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നാം ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മളോടൊപ്പമുള്ള ഒരുപാട് സഹോദരി സഹോദരന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലൊക്കെ ജുമായ്ക്ക് വന്നുകൊണ്ടിരുന്ന ആലപ്പി മാർബിൾസിൻ്റെ ഉടമയായ ഇർഷാദ് സാഹിബിൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാലയിൽ വിടപറഞ്ഞു പോയ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ മാരകമായ രോഗങ്ങളാൽ വീടുകളിലും ഹോസ്പിറ്റലിലും കഴിയുന്നവർ ധാരാളമുണ്ട്. അള്ളാഹു പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ അള്ളാഹു സമാധാനം ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇണകളിലൂടെ മക്കളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും ഉദ്യോഗങ്ങളിലും നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അബദ്ധങ്ങളും പോരായ്മകളും അള്ളാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടി മുസ്ലിമായി ഷഹാദത്ത് ചിരിച്ച് വിട പറയാനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة